ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. വെൽവെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതിൽ നമ്മൾ ഫുഡ് കളർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി ഇടുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കേക്ക് ഫ്ലോർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള കണക്കാണ്. ഇപ്പം നമ്മൾ 2 കപ്പ് മൈദ എടുത്തതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മൈദയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അതിലേക്ക് അതേ അളവിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ശരിക്കും അതിൻ്റെ അളവ് കൊടുക്കാം കേട്ടോ. 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് മൈദ എടുത്തുകൊണ്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. അപ്പോൾ അത് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഫ്ലോർ റെഡിയായി. ഇത് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മളിനി കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു അരിപ്പിയിലിട്ടിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള മാവ് റെഡിയായി. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതിലേക്ക് ബട്ടർ മിൽക്ക് നമുക്ക് വേണം. അതിനായിട്ട് 1 കപ്പ് റൂം ടെമ്പറേച്ചർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുള്ള പാലായിരുന്നു. 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ മോരാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മോരാണെങ്കിൽ നല്ല പുളിപ്പ് കാണും, അത് വേണ്ട നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പക്കപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന ഇതുപോലെയുള്ള ബട്ടർ മിൽക്കാണ് ഏറ്റവും നല്ലത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി നിങ്ങളുടെ അടുത്ത് തൈരില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഇതൊന്ന് മോരാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കുന്നത് നമ്മൾ കോഫി ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന പേപ്പർ കപ്പാണ്. അതൊരു ട്രേയിലേക്ക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റീമോൾഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ബട്ടറാണ്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ബട്ടർ എടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് ബട്ടറും 1/2 കപ്പ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഹാൻഡ് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര 1 കപ്പ് ടു 1.25 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വരെ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാവും. പഞ്ചസാര അതിൻ്റെ കൂടെ മെൽറ്റ് ആവോളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. മുട്ട നമ്മൾ എടുക്കുന്ന സമയത്തും ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഒരിക്കലും തണുത്ത മുട്ട ചേർക്കരുത് കേട്ടോ. അപ്പോൾ 2 കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് 1 കപ്പിലാണ് ചെയ്യുന്നുണ്ടെന്ന് 1 മുട്ട എല്ലാം ഇതിൻ്റെ ഈ അളവിൻ്റെ ഒരു പകുതിയാക്കിയിട്ട് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ 2 കപ്പിൽ കുറച്ച് കൂടുതലായിട്ടാണ് ചെയ്യുന്നത്. മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ തന്നെ ഈ മുട്ട ചേർത്ത ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ ആ മുട്ടൻ്റെ സ്മെല്ല് മുഴുവനായിട്ട് പോവുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുട്ടൻ്റെ ഫുള്ളായിട്ടുള്ള ആ സ്മെല്ല് അങ്ങോട്ട് മാറിക്കിട്ടും. ഒരിക്കലും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് വാനില എസൻസ് ചേർക്കരുത്. നമ്മൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വാനില എസൻസ് ചേർക്കണം. എന്നാലും ആ മുട്ടൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കളറാണ് ചേർക്കുന്നത്. കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബീറ്റ്റൂട്ട് ഞാൻ മിക്സിയുടെ
ജാറിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് അരിച്ചെടുത്തിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കാം എത്രത്തോളം കളർ വേണം, അതിനനുസരിച്ചിട്ട് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫുഡ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്തിട്ട് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാണ്ട ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് നമ്മളതൊരു അരിപ്പിയിലിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല കളർ തന്നെ കിട്ടും നിങ്ങൾക്ക്. വെറുതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച കളറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ, കോൺഫ്ലോർ, കൊക്കോ പൗഡറിൻ്റെ മിക്സ് കുറേശ്ശായിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു എന്തെങ്കിലും വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കളർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റിയുള്ള കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ബീട്രൂട്ട് ചേർത്താൽ മതി. ബീട്രൂട്ട് ചേർത്താൽ ഫുള്ളായിട്ട് റെഡ് അല്ലെങ്കിലും കുറച്ചൊരു മെറൂൺ റെഡാണ് നമുക്ക് കിട്ടുക. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ കേക്കിന് ഉണ്ടാവില്ല. ഇനി നമ്മൾ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ബട്ടർ മിൽക്കും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് വേണ്ട, എന്നാലും നമ്മുടെ ആ ഒരു കട്ട ഇല്ലാണ്ട് മാവൊന്ന് സ്മൂത്ത് ആവോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബട്ടർ മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലിൽ തൈര് ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആർക്കും കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു 3/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ എടുക്കാം കേട്ടോ. ഇനി അതും കൂടെ നമുക്കിതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരിക്കലും സോഡയും വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാറ്റർ, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പുറത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റും മാറും, ടെക്സ്ചറും മാറിപ്പോവും. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ടീ കപ്പിലേക്കാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ കപ്പ് കേക്കിൻ്റെ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് എങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ടീ കപ്പ്, കോഫി കപ്പ് ഉണ്ടല്ലോ, അതിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗം വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഭാഗം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഞാൻ 180 ഡിഗ്രി തന്നെ ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായി ഇതാണ്. അപ്പോൾ അത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നിങ്ങൾ കുത്തി നോക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കേക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റീമോൾഡ് ചെയ്യാനും പറ്റും. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ചീസ് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 50 ഗ്രാം ബട്ടർ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 100 ഗ്രാം ചീസാണ്. ഇത് സ്പ്രെഡഡ് ചീസല്ല, നമ്മുടെ ക്രീം ചീസാണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് അവിടെ തണുത്തോളൂ കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് റീമോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ക്രീം ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 50 ഗ്രാം ബട്ടറിന് 100 ഗ്രാം ചീസ് എന്നുള്ള കണക്കിലാണ്. അതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചീസ് ഉപ്പുള്ള ചീസാണ് കേട്ടോ, സാൾട്ടഡ് ചീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് 2ാമത്തെ കപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ, ഫ്രോസ്റ്റിംഗ് ആണ് ഈ ചീസ് ഫ്രോസ്റ്റിങ്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ക്രീം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ നിങ്ങൾ ഐസിങ് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. റെഡ് വെൽവെറ്റിന് എപ്പോഴും നമ്മൾ ചീസ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 കപ്പും കൂടെ നമ്മൾ മൊത്തത്തിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 1 കപ്പ് ഇട്ടെടുത്തിട്ട് പിന്നെ 1 കപ്പ് ഇട്ടെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി.
അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് ഇടുമ്പോഴേ നമുക്ക് ആ ഒരു ഉപ്പിനനുസരിച്ചുള്ള മധുരം കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക എത്രത്തോളം വേണമെന്നുള്ളത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്മൂത്താക്കി എടുക്കുക. ഇനി നിങ്ങൾ ബീറ്റ് ചെയ്തതിന് ശേഷം ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം തണുപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായത് കാരണം തന്നെ നമുക്കിവിടെ അങ്ങനെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവണില്ല കേട്ടോ ബട്ടറൊന്നും. ഇനി എല്ലാ കേക്കും നമുക്കൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ടീ കപ്പിൽ നിന്ന്. അപ്പോൾ ആ കപ്പിൽ ഇരുന്ന് തന്നെ നന്നായിട്ട് കേക്ക് തണുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് അടർന്ന് പോരും കേട്ടോ കേക്കൊക്കെ. നമ്മൾ അടർത്തി എടുക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കേക്കാണ് കേട്ടോ അത്. ഇത് നമുക്ക് കപ്പ് കേക്കിലല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കേക്ക് ടിന്നിൽ വെച്ചിട്ട് വലിയ കേക്കാക്കിയിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ ബാറ്റർ തന്നെയാണ്. അപ്പോൾ ഇതേ മെത്തേഡ് ഇതുപോലെ തന്നെയാണ്. ഒന്നിച്ചങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്രീം വെച്ചിട്ട് നിങ്ങൾക്കത് ഐസിങ് ചെയ്തെടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. കപ്പ് കേക്ക് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. കുഞ്ഞു കുഞ്ഞു കേക്കുകൾ അവർ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ കട്ട് ചെയ്യാണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കപ്പ് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഇതിൽ വെച്ചിട്ട് എൻ്റേതായ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഒന്നുമില്ല, കുറച്ച് സ്പൂണിൽ നമ്മൾ ക്രീം വെച്ചിട്ട് മേലെ ടോപ്പിൽ അങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇനി ഒരു കേക്ക് പൊടിച്ചെടുത്തിട്ട് ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡെക്കറേഷൻ കേട്ടോ, കൂടുതലൊന്നുമില്ല. നിങ്ങളുടെ സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ എന്താ പറയുക ഷുഗർ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ ക്രീം എടുത്തിട്ട് അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. എന്നാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.